ഇന്നത്തെ വീഡിയോ 9ാം ക്ലാസ്സിലെ കെമിസ്ട്രി, കേരള സിലബസ് 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റംസ്. ഈ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ചാപ്റ്ററിലെ 4ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ലാസ്റ്റ് എക്സസൈസ്, അതായത് എക്സസൈസിലെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യുന്നത്. അതിന് മുമ്പുള്ള മറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞ മുമ്പത്തെ വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സം ഒബ്സർവേഷൻസ് ആർ റിലേറ്റഡ് ടു experiments on cathode rays are given. Write the inference based on each observation. First question, a paddle wheel is placed in the path of cathode rays rotates. Second question, a shadow is formed of an object is placed in the path of cathode rays. ഇതിൻ്റെ ആൻസർ മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നമുക്ക് ഈ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഒന്നുകൂടെ വിശദീകരിച്ച് പറയാം. Third question, when an electric field is applied perpendicular to the path of the cathode rays, the rays deflected towards positive plate. A small paddle wheel is placed in the path of the cathode rays. It rotates. This because the particles in the cathode rays have mass. Cathode raysil particles ഉണ്ട്, ആ പാർട്ടിക്കിൾസിന് മാസ് ഉണ്ട്. അതുകൊണ്ടാണ് പാഡിൽ വീല് റൊട്ടേറ്റ് ചെയ്തത്. കാരണം മാസുള്ള പാർട്ടിക്കിൾസ് പോയിട്ട് ആ വീലിൽ തട്ടിയാലാണ് ആ വീല് കറങ്ങുക. അപ്പോൾ ആ പാഡിൽ വീൽ കറങ്ങുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് മാസുള്ള പാർട്ടിക്കിൾസ് അതിലുണ്ടെന്നാണ്. അപ്പോൾ അതിൽ തട്ടുന്നു, ഈ സാധനം മെല്ലെ മൂവ് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു. ഇനി ഷാഡോ ഫോം ചെയ്യാനുള്ള കാരണം, ഷാഡോ ഈസ് ഫോംഡ് ബിക്കോസ് കാഥോഡ് റേസ് ട്രാവലിംഗ് സ്ട്രെയിറ്റ് ലൈൻസ്. സാധാരണ ഒരു ലൈറ്റ് വരുമ്പോൾ ഷാഡോ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ലൈറ്റിൻ്റെ പാത്ത് സ്ട്രെയിറ്റ് ലൈനിലാണെങ്കിൽ അവിടെ ഒരു ഒപ്പേക്ക് ഒബ്ജക്റ്റ് തട്ടിക്കഴിയുമ്പോൾ അത്രയും ഭാഗം വിസിബിൾ അല്ലാണ്ട് പോകുന്നു. അങ്ങനെയാണ് ഷാഡോ, നിഴലുണ്ടാകുന്നത്. അതുപോലെ കാഥോഡ് റേസ് സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിക്കുന്നു, അതുകൊണ്ടാണ് തട്ടിക്കഴിയുമ്പോൾ അത് കടന്നു പോകാൻ പറ്റാതെ നിഴലുണ്ടാകുന്നു. ഇല്ലെങ്കിൽ അത് സ്ട്രെയിറ്റ് ലൈൻ അല്ല, അതിന് വളഞ്ഞു പോകാൻ പറ്റുന്ന സാധനമാണെങ്കിൽ അതിനെ ഓവർകം ചെയ്ത് കവർ ചെയ്ത് ഇപ്പുറം വന്നേനെ. അപ്പോൾ നിഴലുണ്ടാകുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് കാഥോഡ് റേസ് ട്രാവൽ ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈനിലാണ്. ഇനി ദ റേസ് ഡിഫ്ലക്റ്റഡ് ടുവാർഡ്സ് ദ പോസിറ്റീവ് പ്ലേറ്റ്. കാഥോഡ് റേസ് ഹാവ് നെഗറ്റീവ് ചാർജ്. പോസിറ്റീവ് പ്ലേറ്റിലേക്ക് അട്രാക്ട് ചെയ്യണമെങ്കിൽ അതിന് നെഗറ്റീവ് ചാർജ് ഉണ്ടായിരിക്കണം. അപ്പം കാഥോഡ് റേസ് പോസിറ്റീവ് പ്ലേറ്റിലേക്ക് അട്രാക്ട് ചെയ്യുന്നു എന്നതിനർത്ഥം കാഥോഡ് റേസിന്റെ ചാർജ് നെഗറ്റീവ് ആണെന്നാണ്. ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദി അറ്റോമിക് നമ്പർ ഓഫ് ആൻ ആറ്റം ഈസ് 16 ആൻഡ് മാസ് നമ്പർ ഈസ് 32. ഹൗ മെനി ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആർ പ്രസന്റ് ഇൻ ദിസ് ആറ്റം? സെക്കൻഡ് ക്വസ്റ്റ്യൻ, write the electronic configuration of this atom. Draw the orbit electron configuration of this atom. An atomic number of an atom is 16 and mass number 32. How many electrons? Atomic number 16 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇലക്ട്രോണിന്റെ എണ്ണം എഴുതാം. നമ്പർ ഓഫ് ഇലക്ട്രോൺ സൈഡിൽ എഴുതാം. ഈസ് ഈക്വൽ ടു 16 ആണ്. അതുപോലെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈസ് ഈക്വൽ ടു അതും 16 ആണ്. ഇനി മാസ് നമ്പർ 32 ആണ്. അപ്പോൾ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഈക്വൽ ടു 32ൽ നിന്നും 16 കുറച്ചാൽ നമുക്ക് അതും 16 എന്ന് കിട്ടും. നമ്പർ ഓഫ് പ്രോട്ടോൺസ്, നമ്പർ ഓഫ് ന്യൂട്രോൺസ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അത് നമുക്ക് കിട്ടി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദിസ് ആറ്റം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആറ്റം നമ്പർ 16 ആണ്. അപ്പോൾ ഫസ്റ്റ് ഷെല്ലിൽ ഏതായാലും 2 ആയിരിക്കും, 2. സെക്കൻഡ് ഷെല്ലിൽ 8 ആയിരിക്കും, 8. അപ്പോൾ 8 2 10 ആയി. ഇനി 16 ആണ്. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, മൂന്നാമത്തെ ഷെല്ലിൽ 6 ആയിരിക്കും. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടി. ഡ്രോ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദിസ് ആറ്റം. നമുക്ക് വരച്ച് നോക്കാം. നമുക്ക് ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരയ്ക്കാം. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഇലക്ട്രോണും നമുക്ക് പ്രോട്ടോണും ന്യൂട്രോണും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ന്യൂക്ലിയസിൽ എഴുതി വെക്കാം. ഇവിടെ 16 പ്രോട്ടോൺ, അതുപോലെ 16 ന്യൂട്രോൺ. അപ്പോൾ നമ്മുടെ കോൺഫിഗറേഷൻ 2, 8, 6 ആണ്. അപ്പോൾ ഫസ്റ്റ് ഷെല്ലിൽ 2 എണ്ണം, 1. സെക്കൻഡ് ഷെല്ലിൽ 8 എണ്ണം വേണം, 8 എണ്ണമായി. ഇനി ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 എണ്ണം വേണം. ഇത് സൾഫർ ആണ്. ഇതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2, 8, 6 ആണ്.
അപ്പോൾ 16 പ്രോട്ടോൺ, 16 ന്യൂട്രോൺ, 16 ഇലക്ട്രോൺ പുറമേ വേണം. അപ്പോൾ ആദ്യത്തെ ഷെല്ലിൽ 2 എണ്ണം, രണ്ടാമത്തെ ഷെല്ലിൽ 8 എണ്ണം, മൂന്നാമത്തെ ഷെല്ലിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ. ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ, ഇലക്ട്രോൺസ് ആർ പ്രസന്റ് ഇൻ KL and M shells of an atom. Which of these shells has the highest energy? ഏത് ഷെല്ലിലാണ് ഏറ്റവും കൂടുതൽ എനർജി? ഇതെപ്പോഴും ഷെല്ലിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ അത് ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷൻ അവിടെ കൂടുതലുണ്ടാവും. അപ്പോൾ സ്വന്തമായിട്ട് അതിൻ്റെ എനർജി കുറവായിരിക്കും. അപ്പോൾ ന്യൂക്ലിയസിൽ നിന്ന് അകന്നകന്ന് പോകും തോറും ഓരോ ഷെല്ലിലുമുള്ള ഇലക്ട്രോണുകളുടെ എനർജി കൂടിയാണ് വരിക. ഇലക്ട്രോൺ പ്രസൻറ്റ് ഇൻ ദ KL ആൻഡ് M, അപ്പം അതിൽ K ഷെൽ ന്യൂക്ലിയസിനോട് വളരെ അടുത്താണ്. അപ്പോൾ ആ ഇലക്ട്രോണിന് ന്യൂക്ലിയസിനുള്ള അട്രാക്ഷൻ വളരെ കൂടുതലായിരിക്കും. അതുപോലെ അകലേക്ക് പോകും തോറും, അതായത് M ഷെല്ലിലെത്തുമ്പോൾ ന്യൂക്ലിയസുമായിട്ടുള്ള അകലം കുറഞ്ഞു, അപ്പോൾ ന്യൂക്ലിയസുമായിട്ടുള്ള അട്രാക്ഷൻ കുറച്ചുകൂടി, അകലം കൂടി, അപ്പോൾ അട്രാക്ഷൻ കുറച്ചുകൂടെ കുറഞ്ഞു. അപ്പോൾ അതിനായിരിക്കും ന്യൂക്ലിയസിൽ നിന്നും അകന്നു പോകുമ്പോൾ പുറമേയുള്ള ഷെല്ലിലായിരിക്കും ഏറ്റവും ഇലക്ട്രോണുകൾക്ക് എനർജി കൂടുതൽ. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് ഷെൽസ് ഹാസ് ദ ഹയസ്റ്റ് എനർജി? M ഷെൽ ഹാവ് ഹയസ്റ്റ് എനർജി. ഞാനിവിടെ ആൻസർ മനസ്സിലായതിൻ്റെ ഇവിടെ M എന്ന് മാത്രം എഴുതാൻ എളുപ്പത്തിന് ഇവിടെ M എന്ന് മാത്രം എഴുതുന്നു. എക്സാമിന് എഴുതുമ്പോൾ M ഷെൽ ഹാവ് ഹയസ്റ്റ് എനർജി എന്ന് മുഴുവനായിട്ട് എഴുതണം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, if M shell contains 3 electrons, write the atomic number of this atom. If M shell contains 3 electrons, അപ്പോൾ ആദ്യത്തെ നമുക്ക് ഇവിടെ തന്നെ എഴുതാം. ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, സെക്കൻഡ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ, പിന്നെ M shell contains 3 ഇലക്ട്രോൺ. അപ്പോൾ M ഷെല്ലിൽ 3 ഇലക്ട്രോൺ അതും എഴുതി. അപ്പോൾ 2ഉം 8ഉം 10, 10 3 13. What is the atomic number of this atom? Atomic number equal to 13 ആയിരിക്കും. See question, what is the number of electrons in this atom? Atomic number തന്നെയാണ് number of electrons. ഇവിടെ 2 8 3 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ number of electrons ഇവിടെ 13. Number of electrons 13 എന്ന് കിട്ടി. ഇനി അതിലെ fourth question, if the nucleus of this atom contains 16 neutrons, what is the mass number? അപ്പോൾ ഇവിടെ 16 ന്യൂട്രോൺസ് ഉണ്ട്. ഇലക്ട്രോണ് 13 എണ്ണമാണ്. അപ്പോൾ പ്രോട്ടോണും 13 എണ്ണമായിരിക്കും, കാരണം ഇതിൻ്റെ ആറ്റോമിക് നമ്പറും 13 ആണ്. അപ്പോൾ നമ്പർ ഓഫ് ന്യൂട്രോൺസ് 16 ആണ്. അപ്പോൾ മാസ് നമ്പർ ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ് 13 പ്ലസ് 16 ന്യൂട്രോൺസ് ഉണ്ട്. അപ്പോൾ 13ഉം 16ഉം 29 ഇതിൻ്റെ മാസ് നമ്പർ. ഇതിലെ ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ആൻ ആറ്റം ഈസ് ഗിവൺ ബിലോ. വാട്ട് ഈസ് ദ മാസ് നമ്പർ ഓഫ് ദിസ് ആറ്റം? റൈറ്റ് ഇറ്റ്സ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. വളരെ എളുപ്പമാണ്, ഫിഗറോടെ തന്നിട്ടുണ്ട്. അപ്പോൾ ചിന്തിക്കേണ്ട കാര്യം, വാട്ട് ഈസ് ദ മാസ് നമ്പർ ഓഫ് ദിസ് ആറ്റം? വളരെ എളുപ്പമാണ്, കാരണം ക്വസ്റ്റ്യനിൽ ഫിഗർ തന്നിട്ടുണ്ട്. 13 പ്രോട്ടോണും 14 ന്യൂട്രോണും എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ മാസ് നമ്പർ എന്ന് പറയുന്നത് സം ഓഫ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് ആണ്. അപ്പോൾ പ്രോട്ടോണിൻ്റെ എണ്ണം 13 ആണ്, ന്യൂട്രോണിൻ്റെ എണ്ണം 14 ആണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ മാസ് നമ്പർ ഓഫ് ദിസ് ആറ്റം ഇവിടെ തന്നെ എഴുതുന്നു, ഈക്വൽ ടു 13 പ്രോട്ടോൺസ് പ്ലസ് 14 ന്യൂട്രോൺസ് ആണ്. 13 പ്ലസ് 14 ഈക്വൽ ടു 27. 27 ആണ് ഇതിൻ്റെ മാസ് നമ്പർ. റൈറ്റ് ദിസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, റൈറ്റ് ഇറ്റ്സ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഈക്വൽ ടു, വളരെ എളുപ്പമാണ്. ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ ഫസ്റ്റ് ഷെല്ല് നോക്കുക, അവിടെ 2 എണ്ണം, എ ഷെല്ലിൽ 2 എണ്ണം ഉണ്ട്. അപ്പോൾ 2 ഇവിടെ എഴുതി കോമായിട്ടു. സെക്കൻഡ് ഷെല്ലിൽ 8 എണ്ണം ഉണ്ട്. ഒന്നുമില്ലെങ്കിൽ സെക്കൻഡ് ഷെല്ല് കംപ്ലീറ്റ് ആവില്ല, അപ്പോൾ എണ്ണി നോക്കേണ്ട കാര്യമൊന്നുമില്ല, 8 എണ്ണം ഉണ്ടാവും. അപ്പോൾ ഈ 8 എഴുതി കോമായിട്ടു. ഇനി ഔട്ടർ മോസ്റ്റ് ഷെല്ല്, തേർഡ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് നോക്കാം. 1 2 3 ഇലക്ട്രോൺ. അത് എണ്ണി നോക്കണം എത്ര ഉണ്ടെന്ന് അറിയണമെങ്കിൽ.
കാരണം പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ നമുക്ക് അതിനകത്ത് ഊഹിക്കാൻ പറ്റുന്നത് കെമിക്കൽ റിയാക്ഷനൊന്നും പങ്കെടുക്കാത്തതായതുകൊണ്ട് ആറ്റത്തിൻ്റെ കെമിക്കൽ ബോണ്ടിങ് ഒന്നും ഇല്ലാത്ത ആറ്റമായ, കെമിക്കൽ ബോണ്ടിങ് അടുത്ത പാഠത്തിലേ പഠിക്കുന്നുള്ളൂ. അപ്പോൾ ഇലക്ട്രോണൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ട്, അയണിക് ബോണ്ടോ കോവാലന്റ് ബോണ്ടോ ഒന്നുമില്ല, ഇലക്ട്രോൺ ഒന്നും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ന്യൂട്രോൺ, ആറ്റം എന്ന സ്റ്റേജിലാണല്ലോ, കെമിക്കൽ ബോണ്ടിങ് നടത്തി അയോൺ ആയിട്ടില്ല, ആറ്റം എന്നുള്ള സ്റ്റേജിൽ തന്നെ ആയതുകൊണ്ട് നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും അവിടെ തുല്യമായിരിക്കും. അതുകൊണ്ട് നമ്പർ ഓഫ് പ്രോട്ടോൺസ് നോക്കിയാലും മതി. ഇനി അല്ലെങ്കിൽ ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോണാണ് ഉള്ളത്. അപ്പോൾ 2, 8, 3 ഇതാണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഇവിടെ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഫിഗർ നോക്കാം. പ്രോട്ടോണിൻ്റെ എണ്ണം അറിയാം, ന്യൂട്രോണിൻ്റെ എണ്ണം അറിയാം, മാസ് നമ്പർ അറിയാം, ഇതെല്ലാം അറിയാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഒരുപാട് വഴികളുണ്ട്. അപ്പോൾ ഫിഗർ തന്നിട്ടുള്ളതുകൊണ്ട് വളരെ എളുപ്പമാണ്. ഇതെല്ലാം ഇവിടെ ഇപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഫസ്റ്റ് ചാപ്റ്റർ വളരെ എളുപ്പമാണ്. വെറുതെ ഫിഗർ നോക്കുക, ഈ സാധനങ്ങൾ പെറുക്കി എടുത്ത് എഴുതിയാൽ മാത്രം മതി. മാസ് നമ്പറോ ആറ്റോമിക് നമ്പറൊക്കെ പറയുമ്പോൾ കെമിസ്ട്രി എന്നൊരു സാധനം പോലെ ഇല്ല, കണക്കാണ്. മാത്സിലെ വെറുതെ അത് ഇവിടെ ഇലക്ട്രോണുകളുടെ എണ്ണവും പ്രോട്ടോണുകളുടെ എണ്ണവും തുല്യമാണ്. അതുപോലെ പ്രോട്ടോണും ന്യൂട്രോണും കൂടെ കൂട്ടുന്നതാണ് മാസ് നമ്പർ. ആ ഒരു ചെറിയ കോമൺ സെൻസ് വെച്ചിട്ട് ഇതെല്ലാം എടുത്തെഴുതാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ നമ്മളിന്ന് 4 ക്വസ്റ്റ്യനുകളെ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം.